ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടൊരു കക്ക ഇറച്ചി റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കക്ക ഇറച്ചി എടുത്ത് നന്നായിട്ട് അതിൻ്റെ അകത്തെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് ഒരു 5-6 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് അത് വേകാൻ ആവശ്യത്തിന് നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ആദ്യമേ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഇത് നമുക്ക് കുക്കറിലാണെങ്കിലും വെക്കാമേ. ഒരു 2 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. അത്യാവശ്യത്തിന് നമുക്ക് വെന്ത് കിട്ടും അത്. ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാൻ എടുത്ത് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നാടനായതുകൊണ്ട് കോക്കനട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ചതച്ചതോ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എണ്ണക്കിടുന്നൊന്ന് ചെറിയൊരു മൂപ്പ് എത്തണം. ആ സമയം നമുക്ക് സവാള നീളത്തിലരിഞ്ഞ് 2 മീഡിയം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ തക്കാളിയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. തക്കാളിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാവേ. ഉപ്പിട്ടെടുക്കുമ്പോൾ അത് പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാനിവിടെ ഒരു 3 തണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് മീറ്റ് മസാല 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പെപ്പർ പൗഡറാണ്. ഞാനിവിടെ കുറച്ചധികം തന്നെ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്നര ടീസ്പൂണോളം പെപ്പർ പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയാണ് എരിവ് മുന്നിൽ നിൽക്കുന്നത്. അതിനുശേഷം വീണ്ടും നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മസാല എല്ലാം അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇത് നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതോടൊപ്പം തന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക. അതിനുശേഷം നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് നോക്കണം, നമ്മൾ അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി കിട്ടുന്നിടം വരെ നമുക്കിത് കുക്ക് ചെയ്യണവേ. ഒരു ഡാർക്ക് ബ്രൗൺ കളറായി വരുന്നതാണ് അതിൻ്റെ പാകം. അതുമല്ല, അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു സൗണ്ട്, പൊട്ടുന്നൊരു സൗണ്ട് കേൾക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പാകം. കണ്ടോ, ഇതിൻ്റെ കളറെല്ലാം മാറി നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി സെർവ് ചെയ്ത് ഉപയോഗിക്കാം. ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.